ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ 6:15 കേട്ടോ. എണീറ്റ് വരുന്ന വരവാണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ സംഭവം കാലുമൊക്കെ ഇടണം, മറ്റേത് അകത്തുകൂടെ നമുക്ക് നടക്കാൻ കഴിയില്ല കേട്ടോ. നല്ല പൊടിയാണിപ്പോൾ. പിന്നെ പുറത്ത് ആകാശത്ത് നോക്കട്ടെ, നല്ല എന്താ പറയുക, അമ്പിളിമാമനുണ്ട്. അല്ല, രണ്ടെണ്ണം ഉണ്ടോ? രണ്ടെണ്ണം ഇല്ല കേട്ടോ, ഒന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് രാത്രി ആയാലും നല്ല എന്താ പറയുക, ജനൽ തുറന്നപ്പം ഭയങ്കര തണുപ്പ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എനിക്ക് ഭയങ്കര കേട്ടോ. എന്നാലും രാത്രി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ വണ്ടി മുറ്റത്ത് നിർത്തി, വണ്ടിൻ്റെ സീറ്റിൽ ആകെ നനവുണ്ട്. തൊട്ട് വെച്ചപ്പോൾ ഫുള്ള് തണുപ്പൊക്കെ നിൽക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മൾ രാവിലത്തെ ഇവിടുത്തെ വ്യൂ. കുറച്ച് ടൈം കഴിഞ്ഞാൽ നല്ല വെളിച്ചം വന്ന നല്ല ലുക്കൗട്ടോ, ഈ തെങ്ങും ഈ സംഭവമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കയ്യിൽ വേസ്റ്റിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി രാവിലെ എനിക്ക് ആദ്യം ഒരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിൽക്കാൻ. അപ്പോൾ ഇന്നും മക്കൾ ഉറങ്ങാൻ എണീറ്റിട്ടില്ല. എണീക്കുമ്പോൾ ഒരവസ്ഥ എന്താണെന്നുള്ളത് അറിയുള്ളൂ. കാരണം ഇന്നലെ കിടക്കോളം ഛർദിയും പനിയും കാര്യങ്ങളൊക്കെ ഇനി പിന്നെ ഇന്നും അങ്ങനെ തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലാസ്സിന് പോകാനേ പറ്റില്ല. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് പണിയൊക്കെ സാവധാനം ആക്കണം. അപ്പോൾ ഞാൻ കേട്ടോ, അപ്പോൾ ഇന്ന് ഞാൻ കെറ്റിൽ ഒറ്റയ്ക്ക് വെള്ളം വയ്ക്കലാണ്. അപ്പോൾ ഇന്ന് ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ തണുപ്പുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് ക്ലാസ്സിൽ മാത്രം ഉണ്ടാക്കണുള്ളൂ. പിന്നെ കുട്ടികൾക്ക് എണീക്കാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അവിടെ ഉണ്ട്. അവിടെ ഉള്ള ദിവസം പിന്നെ നമ്മളെ ടൈം ടേബിളിലൊക്കെ ആകെ ചേഞ്ച് വരും കേട്ടോ. കാരണം ഇല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എന്താ ഫുഡും ഇതുമൊക്കെ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഒപ്പിക്കൽ മതി. ഉണ്ടാകുമ്പോൾ ഇത് നടക്കില്ലല്ലോ. അപ്പം ഞാൻ സംഭവം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിട്ടാ ഇനി പുറത്തത്തെ കാഴ്ച ഒന്ന് കാണട്ടെ. നല്ല തണുപ്പാണ്, നല്ല തണുപ്പാണ്, നല്ല തണുപ്പ്. എൻ്റെ വണ്ടീൻ്റെ സീറ്റുമൊക്കെ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ വെള്ളം തിളച്ചു. ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കലില്ല കേട്ടോ. അപ്പം കുറച്ച് ദിവസമായിട്ടില്ല ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് ഭയങ്കരമായിട്ട് നാക്കുമ്പോഴൊക്കെ പുണ്ണ് കയറിയിട്ട് ഒന്നും വയ്യ, ഫുഡ് കഴിക്കാനൊന്നും വയ്യ. പിന്നെ ഒരു ഫുഡിനും ടേസ്റ്റ് ഒന്നും കിട്ടണില്ല. അപ്പോൾ ഞാനിനി ചായ കുറച്ച് ദിവസം കൊണ്ട് മാറ്റി കുടിച്ചാലോ വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ബൂസ്റ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു ആഴ്ച കുറച്ച് മുന്നേ അങ്ങനെ ചായ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നല്ല മാറ്റം ഉണ്ടായി കേട്ടോ. അപ്പോൾ കത്രിക അവിടെ കരണ്ട് കാണാനില്ല. ഒരു ആഴ്ച ചെയ്ത് നോക്കിയിട്ട് മാറ്റമുണ്ടെങ്കിൽ ഓക്കെ സെറ്റാക്കും. ഇപ്പോൾ തന്നെ തുടരും. അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. കുട്ടികൾക്കും പക്ഷെ ചായ കുടിക്കുക എന്നൊരു വല്ലാത്തൊരു വൈബാണല്ലേ. ഞാൻ കുറച്ച് ബൂസ്റ്റ് ഇട്ടിട്ടാണ് അല്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അന്നത്തെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിന് പോകാൻ ഇല്ലാത്തതാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ക്ലാസ്സിന് പോകാനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നത് നടക്കില്ല. കാരണം ഞാൻ പോകലാണ്. ഞാൻ ആകെ 2 വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുള്ളൂ. ടേസ്റ്റ്. അപ്പം എൻ്റെ എനർജി ഡ്രിങ്ക് കുടിക്കട്ടെ. ചായ കൂടിയൊക്കെ കഴിഞ്ഞൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നിഷുവിന് നല്ല പനിയുണ്ട്. അതുകൊണ്ട് യൂറിനൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് വന്നിരുന്ന് യൂറിൻ വാങ്ങിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഫുള്ളായിട്ട് വറ്റൊക്കെ മഞ്ഞ കളറായിരിക്കണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യൽ നിർബന്ധമാണ്. അവന് പനിയൊന്നുമില്ല കേട്ടോ ഈ ടൈമിൽ. അവന് പനിയൊക്കെ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ മാറിയിരിക്കുന്നു കേട്ടോ. ഒരു 5-6 ദിവസത്തിന് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. അതിൽ നമ്മൾ 5-6 ദിവസത്തിനുള്ള മരുന്നൊക്കെ കൊടുത്തു. അവന് പനിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പക്ഷേ ഭയങ്കര ക്ഷീണമുണ്ട്, ഛർദിയൊക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ചെക്ക് ചെയ്ത് നിർബന്ധമാകും. അപ്പോൾ ആദ്യം ഞാൻ വേഗം ചായക്ക് കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്ര ആയിട്ടും അടുപ്പത്ത് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് ആയി കിട്ടുന്നില്ല. അതിൽ ഞാൻ പിന്നെ വേഗം ഗ്യാസ് മേലൊക്കെ കൊണ്ടുപോയി വെക്കാമെന്ന് തീരുമാനിച്ചു. കുറച്ച് കഞ്ഞിയൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. ഓട്ടോയുടെ അവിടെ അടുപ്പത്ത് നിന്ന് ആവണുണ്ട്, കാണണ്ട. അപ്പോൾ തന്നെ ഒരു ലോഡ് വന്ന് ഛർദിച്ച് പോയിട്ടോ. അപ്പം ഇനി ഓൺ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പം ഫുള്ള് ബിസിയാണ്. അപ്പം കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ കഴിയുമെന്നൊന്നും തോന്നണില്ല. എന്നാലും നോക്കട്ടെ, കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അടുപ്പത്ത് നേരിപ്പോൾ ഞാകുമ്പോൾ ഗായ്സ് ഒരുപാട് ടൈം ആകും. അപ്പോൾ ഞാനിത് അരി കുറുക്കിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെക്കണം. എന്നാൽ പിന്നെ പനിയുള്ളവരും ഛർദിയുള്ളവരൊക്കെ എണീച്ച് വരുമ്പോഴത്തേന് കഞ്ഞി സെറ്റാകും. ഓൾക്കിന് ഇപ്പോൾ ചായൻ്റെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല, വേണ്ടി വരില്ല. അപ്പോൾ ഇത് കൊണ്ടുപോയി അടുപ്പത്ത് വെക്കട്ടെ. നേരം
അപ്പോൾ പുറത്തുനിന്നേ ഓർഡർ ഉണ്ടാക്കിയിട്ട് തീരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കയറി കുഴങ്ങിയതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് അകത്ത് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ദോശ ഓട്ടോയൊക്കെ അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്ത് ഇതുപോലെ കഞ്ഞിയാണ് കേട്ടോ. അപ്പം കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കൽ നിർബന്ധമല്ല. പിന്നെ കഞ്ഞി കൊടുക്കാനേ പറ്റുള്ളൂ. കാരണം പനി ആയതുകൊണ്ട് അടി പറ്റില്ല. ഇന്നും എൻ്റെ ക്ലാസ് മുടങ്ങിയിട്ടാണ്. ഞാൻ ക്ലാസ്സിന് പോകൽ തുടങ്ങിയിട്ട് 6 മാസമായിരുന്നു. പക്ഷേ 6 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ എത്ര ദിവസം ക്ലാസ്സിന് പോയി എന്നുള്ളത് അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്ത് നോക്കിയാൽ അറിയാം. കാരണം ഞാൻ ഈ ക്ലാസ്സിന് എന്നാണോ പോലെ തുടങ്ങിയത് അന്ന് തൊട്ട് ഇവിടെ അസുഖം തുടങ്ങിയിട്ടാണ്. മക്കൾക്ക് ഓരോരുത്തർക്ക് മാറി അസുഖം. ഇവിടെ ഒരു സുഖാവും പോകും, ലീവ് എടുക്കും, ഉച്ചവരെ പോകും, അങ്ങനെയൊക്കെയാണ്. ഇത് കഴിഞ്ഞാൽ ട്രെയിനിങ്ങാണ്. ട്രെയിനിങ്ങിൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് ഓർക്കാൻ പോലും കഴിയും. ഇത്ര ഇപ്പോൾ ഇക്കാക്ക് സീസൺ ആയതുകൊണ്ട് എനിക്ക് ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ എല്ലാ കാര്യം മാനേജ് ചെയ്യണം. മറ്റേത് ഇപ്പോൾ കുറച്ച് മുന്നേക്ക് ഓണപരീക്ഷയുടെ ടൈമിലൊക്കെ ഭയങ്കര പനിയാണ്, ടൈഫോയിഡ് ഇഷ്യൂ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ എന്താ ഓനിവിടെ ആക്കിയിട്ട് മരുന്നും ഫുഡൊക്കെ റെഡി ആക്കി കൊടുത്തിക്ക ഉണ്ടാകും, ഇവിടെ ആക്കിയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാക്ക് സീസൺ ആയതുകൊണ്ട് ഇവിടെ ഇല്ലാത്തത് അതേതായാലും നടക്കുന്നില്ല. അപ്പോൾ ഞാൻ ലീവ് എടുക്കൽ നിർബന്ധം. അപ്പോൾ നല്ല ഉറക്കണം. ഇപ്പോൾ വന്നത് ഒരു 4 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. വണ്ടിയിൽ പോയി വന്നിട്ട് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഛർദി ഒക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഉറങ്ങി കഴിയാൻ. ചുരുണ്ട് മടങ്ങി കിടക്കുന്നു. ഇവിടെ കാക്കൂടെ നമുക്കുണ്ടോ? പുറപ്പാണോ? സമയം 7:30. അതിന് വയ്യ ഛർദിക്കാം. 8:00 ഉണ്ടാവും.